ഇവിടെ സംസാരശേഷിയില്ലാത്ത ഇവന് മസാജ് ചെയ്യുകയായിരിക്കും. അപ്പോൾ അവൾ ആകസ്മികമായി അവൻ്റെ കഴുത്തിൽ ഒരു പാട് കണ്ടു. അവൾ അതിൽ ഒന്നോതി. കാരണം അവളുടെ ബാല്യകാല സഹോദരനും ഇതേ പാടുണ്ടായിരുന്നു. അപ്പോൾ അവന് പരിചിതമായ സ്പർശനം അനുഭവപ്പെട്ടു. അവൻ പെട്ടെന്ന് തല തിരിച്ചതും പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെ അവൾ തൻ്റെ സഹോദരിയാണെന്നുള്ള ചിന്ത തള്ളിക്കളഞ്ഞു. അവൾ പോയതിനു ശേഷം അസിസ്റ്റന്റ് ഒരു പ്രധാന കാര്യം പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവന് നഷ്ടമായ അവൻ്റെ സഹോദരിയുടെ പേര് കണ്ടെത്തി. ഒരു മസാജ് പാർലറിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോൾ അവന് സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞു. ഒരു ജെറ്റ് പെന്നിൻ്റെ പകുതിയും പിടിച്ച് അയാൾ അവിടുന്ന് പാഞ്ഞു. പക്ഷേ അവൻ തിടുക്കത്തിൽ എത്തിയപ്പോൾ സംസാരശേഷിയില്ലാത്ത പെൺകുട്ടിയെ ഒരുത്തൻ ഭീഷണിപ്പെടുത്തുന്നതാണ് കണ്ടത്. 18 വർഷം മുന്നേ ഒരു കൊച്ചു പെൺകുട്ടി ഒരിക്കൽ അവനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. പക്ഷെ കൊള്ളക്കാർ പെട്ടെന്ന് അവരെ പിന്തുടർന്നു. വലുതാകുമ്പോൾ അവർ വീണ്ടും ഒന്നിക്കുമെന്ന് പ്രതീക്ഷിച്ചു. 18 വർഷങ്ങൾ കടന്നുപോയി. ആ കൊച്ചിപ്പോൾ വലുതായി ഒരു കോടീശ്വരനായി മാറി. ഇവനൊരിക്കലും തൻ്റെ സഹോദരിയെ അന്വേഷിക്കുന്ന നിർത്തിയില്ല. പക്ഷെ അവൻ അറിഞ്ഞിരുന്നില്ല അന്ന് ആ പെൺകുട്ടിയെ കടത്തക്കാർ പിടിക്കൊണ്ടുപോയപ്പോൾ അവൾക്ക് പരിക്കേറ്റിരുന്നു. ആ ഒരു പരിക്കിൽ അവളുടെ ശബ്ദം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവൾ വളർന്ന് മസാജ് പാർലറാണ് ജോലി ചെയ്യുന്നത്. അവളുടെ സൗന്ദര്യ കാരണം ഗുണ്ടസംഘങ്ങൾ അവളെ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് കണ്ട ഇവൻ ഉച്ചയുണ്ടാക്കിയതും ഭീഷണിപ്പെടുത്തുന്നവർ പെട്ടെന്ന് ഭയന്ന് വിളറിപ്പോയി. കാരണം അദ്ദേഹം ആ നഗരത്തിലെ പേരുകേട്ട കോടീശ്വരനായിരുന്നു. ശേഷം അവന് അവളുടെ അടുത്തേക്ക് പോയി അവളോട് വേദനിച്ചോ എന്ന് ചോദിച്ചു. അവളും നന്ദി എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ കയ്യിലുണ്ടായ ജെറ്റ് പെന്നിൽ ശ്രദ്ധിച്ചില്ല. ശേഷം അവൻ അവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കസിന് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളെ ഓടിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ മേൽ വീഴ്ത്തി. എന്നാൽ അവനൊന്നും മിണ്ടാതെയാണ് പോയത്. അന്ന് രാത്രി അവൻ അവൻ്റെ അനിയത്തിയെ കണ്ടെത്തി കിട്ടാത്തതിൽ സങ്കടത്തിൽ ഒരുപാട് കുടിച്ചിട്ടായിരിക്കും വീട്ടിലെത്തുക.